വെൽക്കം ടു മൈ കോളേജ് പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് മാധ്യമങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ ഒരു പാഠഭാഗമാണ് മലയാളത്തിലെ. ഉമ്മർ ടി കെ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് ഇത് എഴുതിയത്. നമുക്കറിയാം മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ. അപ്പോൾ മിസ് പറയേണ്ട കാര്യമല്ല, നിങ്ങളെല്ലാവരും ഒരു മൊബൈൽ ഫോൺ എന്താണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചെറിയൊരു എന്താ പറയുക ഇൻഗ്രീഡിയൻസ് നമുക്ക് പറയില്ല, അത് കയ്യിലില്ലാത്ത ഒരു കുഞ്ഞു കുട്ടികൾ പോലും ഇന്നത്തെ ഒരു ജനറേഷനിൽ കാണാൻ കുറവാണ്. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന, അതായത് ഒരു ഓൾഡ് ജനറേഷൻ അവരും ഉപയോഗിക്കുന്നു അല്ലേ. വയസ്സായ ആളുകൾ എബോവ് 70 എബോവ് 80 ഉള്ള വയസ്സായ പ്രായമായ ആളുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നു. പക്ഷേ ന്യൂ ജനറേഷനായി ഇപ്പോഴത്തെ ഒരു തലമുറ എല്ലാവരും എന്തുപയോഗിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ എല്ലാം ഉപയോഗിക്കുന്നു. എന്താ പറയുക, മിനിമം മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ വിരളമാണ്. 2 വയസ്സുള്ള കുട്ടി മുതൽ 3 വയസ്സുള്ള അല്ലേ സ്റ്റാർട്ടിങ് ഇപ്പോൾ റീലൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീലൊക്കെ ചെയ്യുന്ന ചെറിയ കുഞ്ഞു കുട്ടികൾ വരെ, കുട്ടികളെ കൊണ്ട് വരെ ചെയ്യിപ്പിക്കുകയാണ്. ഒരുവിധം പാരൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ പാഠം മാധ്യമങ്ങളുടെ ലോകം എന്നുള്ള ഈ ഒരു പാഠം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്നാണ് മിസ്സിൻ്റെ ഒരു ധാരണ. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മാധ്യമങ്ങളുടെ ആവശ്യകത എന്ത് എന്നുള്ളൊരു വലിയൊരു എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. മാധ്യമങ്ങളുടെ ആവശ്യകത എന്താണ്? മാധ്യമങ്ങളുടെ ആവശ്യകത നമുക്കിപ്പോൾ മാധ്യമങ്ങളുടെ ആവശ്യകത എന്നുള്ള ഒരു വേർഡിന് എത്രത്തോളം ഡീപ്പാണ് ആ ഒരു സെൻറ്റൻസിലെ. കാരണം എന്തൊക്കെയാണ് നമ്മളെ മാധ്യമങ്ങൾ? TV, റേഡിയോ, പിന്നെ ടെലിവിഷനും TV ഒന്നാണ്, റേഡിയോ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, പിന്നെ അതായത് എന്താ പറയുക, മറ്റുള്ള എല്ലാ നെറ്റ് വിഭാഗത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഈ ലോകം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ. അപ്പോൾ നെറ്റും കമ്പ്യൂട്ടറും അടക്കി വാഴുന്ന ഈ ഒരു സമൂഹത്തിൽ നമുക്ക് കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ടില്ലേ, അപ്ഡേറ്റ്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഒക്കെ പോട്ടെ, നമുക്കൊരു അഹമ്മദാബാദ് ഇപ്പോൾ ഒരു ദുരന്തം നടന്നു അല്ലേ, പ്ലെയിൻ ദുരന്തം അല്ലെ, എയറോപ്ലെയിൻ ദുരന്തം ഒക്കെ. അപ്പം നമ്മളൊക്കെ മിനിറ്റുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റി അഹമ്മദാബാദ് ഒക്കെ. ലോകത്തിൽ ഏത് കോണിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്, അമേരിക്ക ആയാലും യൂറോപ്യൻ ആണെങ്കിലും വിദേശ രാഷ്ട്രങ്ങളിലാണെങ്കിലും നമ്മളിപ്പോൾ നയതന്ത്ര ഇതിലാണെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് നേരെ എവിടെയെങ്കിലും ഒരു ചെറു വിരൽ അനങ്ങിയാൽ ഒരു സാറ്റലൈറ്റ് ചാനലുകൾ മൊത്തം എന്ത് പിടിച്ചെടുക്കുന്നു, നമ്മുടെ ഇന്ത്യയെ അല്ലെ പ്രതിരോധം, നമ്മുടെ പ്രൊട്ടക്ഷന് വരെ എവിടെ ഏത് വിദേശ രാജ്യങ്ങൾ എന്ത് ഒരുങ്ങിയാൽ നമ്മൾ അറിയുന്നു. അതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ ഡെവലപ്മെൻറ്റ് കൊണ്ടാണല്ലോ. ഇതിനൊക്കെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവാണ് മിസ് ഇപ്പോൾ പറഞ്ഞതൊക്കെ. നെഗറ്റീവ് എന്താ? കുട്ടികൾ പിന്നല്ലേ ആത്മഹത്യാ പ്രേരണ, കുട്ടികൾ ഓരോന്ന് കാണുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നു, അനുകരണ മനോഭാവം കൂടുന്നു. അത് പല നെഗറ്റീവിലേക്കും പോകുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാനും മാധ്യമങ്ങളുടെ ലോകം, ഉമ്മർ ടി കെ, അറിയാനും അറിയിക്കാനുമുള്ള മനുഷ്യൻ്റെ താല്പര്യം സഹജവും സ്വാഭാവികവുമാണ്. മിസ് പാഠം വായിക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ആശയവിനിമയത്തിന് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് എന്ന് നമുക്കറിയാം. ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പണ്ട് കാലഘട്ടത്തിൽ ആംഗ്യത്തിലൂടെയും നടന്നിരുന്നത്. പിന്നെ ഭാഷ പോലെ രൂപപ്പെട്ടിരുന്നില്ല അല്ലെ, ലാംഗ്വേജ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യർ ആംഗ്യങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയാണ് ആശയങ്ങൾ അടുത്ത ഘട്ടങ്ങളിൽ ഭാഷണങ്ങളിലൂടെയും പിന്നീട് എഴുത്തുകളിലൂടെയും വിവരങ്ങൾ പരസ്പരം കൈമാറാനുള്ള അവസരങ്ങളും വർദ്ധിച്ചു. ഇന്ന് മൾട്ടിമീഡിയ ന്യൂസ് റൂമും മറ്റു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും കൈയടക്കിയ അനന്തമായൊരു വിചിത്ര ലോകമാണ് ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത്. മാധ്യമങ്ങൾ വൻ വ്യവസായങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. പത്രവും റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റുമെല്ലാം ഈ പ്രവണതയെ ശക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. എന്താണ് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ? ഉദാഹരണങ്ങളാണ്. നാം ഇന്ന് ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്നതെങ്കിലും ഏകാധിപത്യത്തിനെയും വംശീയ വർഗീയവുമായ വിവേചനത്തിനെയും ഇരുണ്ടൊരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. നമുക്കറിയാം ഇന്ത്യ ബേസ് ചെയ്ത് ഒരു പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം എടുക്കുമ്പോൾ വർണ്ണം മുതലാളിയും തൊഴിലാളി നമ്മളെ ഡിസ്റ്റൻസ്, സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും, അങ്ങനെയുള്ള പല നീചത്വങ്ങളും നിലവിലിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പത്രങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. നമ്മുടെ ലോകത്തിന്റെ അഭിരുചികളെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് മാധ്യമങ്ങളാണ്. നമ്മുടെ ലോകത്തിന്റെ അഭിരുചികൾ നമ്മുടെ ഉമ്മർ ടി കെ എന്ന് പറയുന്ന നമ്മുടെ എഴുത്തുകാരൻ എന്താ ഉദ്ദേശിച്ചത്? നമ്മുടെ ലോകത്തിന്റെ അഭിരുചികൾ, ആഗ്രഹങ്ങൾ, അതായത് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്ത് പുതിയ സംരംഭങ്ങളും പുതിയ നെറ്റിന്റെ യൂസേജും പുതിയ സാറ്റലൈറ്റ് സംഭവങ്ങളും ഒക്കെ പുതിയ ടെക്നോളജീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന്
എല്ലാം തിരിച്ചറിഞ്ഞ് ആ ലെവലിലേക്ക് മനുഷ്യൻ മാറുന്നു അല്ലേ. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പണ്ട് ഭാഷ തന്നെ കണ്ടുപിടിക്കാത്ത കാലത്ത് വെറും ആംഗ്യങ്ങളും ആംഗ്യവിക്ഷേപങ്ങളോട് കൂടി നമ്മളെ ആശയവിനിമയം നടന്നിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് എവിടെ എത്തി? മൊബൈൽ ഫോൺ വഴി അപ്പം നമ്മൾ സംസാരിക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്ന ദൂരെയുള്ള ആൾക്കാർ നമ്മൾ കണ്ട് സംസാരിക്കുന്നു. അപ്പം അത്രത്തോളം ഡെവലപ്പായ ഈ ഒരു സമൂഹത്തിൽ സോഷ്യൽ മീഡിയ വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, മാധ്യമങ്ങൾ സമൂഹത്തോടൊപ്പം വികസിക്കുകയും പരിവർത്തന വിധേയമാവുകയും ചെയ്യുന്നു അല്ലേ. പരിവർത്തന വിധേയമാകാൻ എന്താ ഉദ്ദേശിച്ചത്? നമ്മൾ കുഞ്ഞി ഫോൺ നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്നില്ല, ഇപ്പം നമ്മൾ ചെറിയ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പല ആൾക്കാരും ഒഫീഷ്യൽ യൂസിനും കോൾ മാത്രത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞി ഫോൺ നമ്മളിപ്പോൾ ടാബ് കമ്പ്യൂട്ടർ പിന്നെ ലാപ്ടോപ്പ് അങ്ങനെയുള്ള കുറച്ചുകൂടി വലുപ്പമുള്ള സംഭവത്തിലേക്ക് നമ്മൾ ഇതാക്കി. ഒക്കെ നെറ്റ് കണക്ഷൻസും അനന്ത സാധ്യതകളായ ഒരു ലോകം തന്നെയാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഒരു മാധ്യമ മേഖല. സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ അഭിരുചികളെ മാറ്റിമറിക്കുന്നതിൽ ബഹുജന മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു അല്ലെ. ഇപ്പം ന്യൂസ് പേപ്പറൊക്കെ ഇപ്പം എന്താണ്, എല്ലാ വീട്ടുകളിലും ന്യൂസ് പേപ്പർ ഡെയിലി വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം എന്തില്ല, അതില്ല. ഡെയിലി നമുക്ക് വാർത്തകൾ എങ്ങനെ മനസ്സിലാക്കുന്നു? മൊബൈൽ ഫോൺ വഴി നമ്മൾ വാർത്തകൾ അറിയുന്നു. മാധ്യമങ്ങൾ ആധുനിക കാലത്ത് വ്യത്യസ്തമായ പല ധർമ്മങ്ങളും, പുതിയ ഭാഷകൾ, പുതിയ സംഗീത, അതായത് നമുക്ക് മ്യൂസിക് വേൾഡ്, പിന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാമും മ്യൂസിക് ആണെങ്കിലും പിന്നെ എന്തെല്ലാ രാജ്യങ്ങളുടെ പല ദേശീയ അങ്ങനെയുള്ള ഓരോ ദേശത്തിന് അതിൻ്റെതായ എല്ലാ സാംസ്കാരിക മ്യൂസിക്സൊക്കെ നമ്മൾ കേൾക്കുന്നു, അറിയുന്നു അല്ലേ. ഈ മാധ്യമങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുന്ന. ആധുനിക മാധ്യമങ്ങൾ അടിസ്ഥാനമായി ദൃശ്യങ്ങളുടെയാണ് സംവദിക്കുന്നത്. മനുഷ്യന് ഏറ്റവും പ്രധാന ശക്തമായ തന്നെ ഇന്ദ്രിയങ്ങൾ കണ്ണും കാതുമാണ് അല്ലേ. കണ്ണും കാതുമാണ്. പ്രത്യേകിച്ച് ഒരു തമാശയാണെങ്കിലും ഈ ലാപ്പിൽ ഇങ്ങനെ നോക്കി വീഡിയോ ഗെയിം കളിക്കുന്ന കുട്ടികളെ കണ്ണിനൊക്കെ എന്താവും അല്ലേ, തകരാറൊക്കെ. ഇന്ദ്രിയം, കണ്ണ്, ചെവി, കാത്, മൂക്കൊക്കെ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ, അതിൽ കണ്ണ് പെട്ടെന്ന് അടിച്ചു പോകുന്ന ഒരു സംഭവമാണ്. ലാപ്ടോപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നോക്കി നിൽക്കും അല്ലെ. കണ്ണ് ഫ്യൂസ് പോകുന്നൊക്കെ നമ്മൾ തമാശയിൽ പറയും. കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങളോ കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്ന അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളും ഇതിലൂടെ ഉണ്ട്. പിന്നെ മാനസികമായ ആധിപത്യം നേടാൻ ഉപാധിയായി ദൃശ്യമാധ്യമങ്ങൾ മാറുന്നു. ഇന്ന് മാധ്യമങ്ങൾ വൻ വ്യവസായമായി മാറിയത് ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും പ്രതിഫലനമാണ് ഇവയിൽ കാണുന്നത്. നാം എന്ത് കാണണം, എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കാനുള്ള ശക്തി മാധ്യമങ്ങൾക്കുണ്ടായി. ശരിയല്ലേ? നമ്മൾ എന്ത് കാണണം, എന്ത് കാണണ്ട, കാരണം അവർ പറയുന്നത് നമ്മൾ കാണുന്നത് അല്ലേ. അതായത് ന്യൂസൊക്കെ അവരെന്താണോ പറഞ്ഞത്. ഇപ്പോൾ ചൂരൽമല, വയനാടൊക്കെ പ്രളയം വന്നപ്പോൾ നമ്മൾ കറക്റ്റ് അറിഞ്ഞു, നമ്മളത് കണ്ടു, നേരിട്ട് കണ്ടു. അപ്പോൾ അവിടെ പോയ പത്രപ്രവർത്തകരാണ് നമുക്കിത് കാണിച്ചു തരുന്നത്. അപ്പോൾ അവരെന്താണോ അവിടെ കാണിക്കുന്നത് അതേ നമുക്ക് കാണാൻ പറ്റും. അല്ല നമ്മൾ അവിടെ പോകാനൊന്നും കഴിയില്ലല്ലോ. അർദ്ധരാത്രി ഉരുൾപൊട്ടുമ്പോൾ നമുക്ക് പോകാൻ കഴിയില്ല. പക്ഷെ ആര് പോകേണ്ടി വരും? സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോവും. അവർ ഏത് പാതിരാത്രിക്ക്, അതാണല്ലോ സോഷ്യൽ ജേർണലിസം ഒക്കെ പഠിച്ചിട്ട് പോകുന്ന കോഴ്സ് പഠിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഏത് പാതിരാത്രിക്ക് ഏത് സന്നദ്ധരായിട്ട് എന്തിനു പോകേണ്ടി വരും? ന്യൂസ് കവർ ചെയ്യാൻ പോകേണ്ടി വരും അല്ലേ. അവരെന്താണോ അതായത് നമ്മൾ കാണുന്നത്. ഒരു ജനത തന്നെ എല്ലാം കൊണ്ടും അധികാരശക്തിയോട് കൂടി രൂപപ്പെടുത്തിയെടുക്കാൻ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് അനുഗ്രഹശേഷിയോടൊപ്പം നിഗ്രഹശേഷിയും ഉണ്ടെന്ന് പറയാം. നിഗ്രഹം എന്ന് പറഞ്ഞാൽ കൊല്ലുക, അതായത് നെഗറ്റീവും മിസ് പറഞ്ഞ നേരത്തെ കുട്ടികളൊക്കെ അതൊക്കെ അവർ അനുകരിച്ചിട്ട് ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതൊക്കെ എന്ന മാധ്യമങ്ങളുടെ നെഗറ്റീവാണ്. ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു നമ്മൾ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ അനുകരിച്ചിരുന്നോ അല്ലേ? പണ്ട് പക്ഷികളുടെ നമ്മൾ അനുകരിച്ചിരുന്നിരിക്കണം പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ. കാരണം ഈ കഴുകനൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വട്ടമിട്ട് പറക്കുമ്പോൾ അതെന്താണ്, കഴുകനൊക്കെ ആകുമ്പോൾ പേടിയാണ്, മനുഷ്യ മാംസം കൊത്തി തിന്നും. അപ്പോൾ പഴയ ആളുകൾ കാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ശബ്ദം വെച്ച് മറ്റുള്ളവരെ ആകർഷിക്കും. കഴുകനുണ്ട്, മോനെ രക്ഷിക്കണം, അതൊക്കെ ഒരു കഴുകൻ്റെ ഒരു സൗണ്ടിൽ പക്ഷികളെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പണ്ട് മനുഷ്യരൊക്കെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെയൊക്കെ പറയും. പിന്നെ മൃഗങ്ങൾ എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കഴുക സിംഹത്തിനൊക്കെ ഓടിച്ചിരുന്നു. നമ്മൾ വായിച്ച നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ മാധ്യമങ്ങൾ ചരിത്ര പുരോഗതിയിൽ വളരെ പ്രധാനമായ പങ്കാണ് വഹിച്ചത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഏകാധിപത്യ വാഴ്ചകളും വംശീയമായ വിവേചനങ്ങളും മനുഷ്യചരിത്രത്തെ പിന്നോട്ടടിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഇച്ഛയെ നിശബ്ദമാക്കപ്പെട്ട ഭരണകൂടങ്ങളുടെ കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടുകയും ചെയ്യുന്നു. നമ്മുടെ ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ ജീവിത രൂപങ്ങൾ, നമ്മളെങ്ങനെ വസ്ത്രം ധരിക്കണം, നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മൾ എന്തുപയോഗിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എല്ലാം തീരുമാനിക്കുന്നത് ഇപ്പോൾ ആരാ? നവമാധ്യമം. കാരണം ഇപ്പോൾ നമ്മളിട്ട ഉടുപ്പ് പോലും മിസ്സപ്പെട്ട ഈ ഒരു ഡ്രസ്സിലെ നമ്മളിതൊരു പരസ്യം കണ്ട് അടിപൊളി ആളെ വാങ്ങുന്നു. അപ്പോൾ നമ്മൾ ആഡ് ഇല്ല, ഇതൊക്കെ ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുന്ന പേന നല്ലത്, പിന്നെ വാച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ്, പരസ്യം, സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വാങ്ങുന്നത് അല്ലേ, പിന്നെ ആമസോൺ, അങ്ങനെയുള്ള ഓരോ മീഡിയ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സാധനം സെലക്ട് ചെയ്യുന്നു, വീട്ടിലേക്ക് സംഭവങ്ങൾ എത്തുന്നു. ഫുഡൊക്കെ വേണമെങ്കിൽ അപ്പം ഓർഡർ ചെയ്ത ഫുഡ് എത്തുന്നു അല്ലേ. ഇപ്പോഴത്തെ ലോകം തന്നെ എത്രത്തോളം
ഈ മാധ്യമങ്ങൾ മാറ്റിമറിച്ചു എന്നാണ് ഈ ഒരു ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് പാഠം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്നുള്ള ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥയാണ്. ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്നാണ് ഇതിൽ പറയുന്നത്. ഒരാൾക്ക് എത്ര ഭൂമി വേണം, അത് എഴുതിയത് ആരാണ്? ലിയോ ടോൾസ്റ്റോയ്. ലിയോ